ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അക്ഷയ. ഞാനൊരു ഡിവൈൻ ഫെമിനിൻ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ടിൻ ഫ്ലെയിമിനെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് സാധിക്കാത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ ടിൻ ഫ്ലെയിം ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡി എഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ സെപ്പറേഷൻ്റെ ആദ്യത്തെ ഒരു നാളിലൊക്കെ നിൽക്കുന്ന ഒരു ഡി എഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ആ ഒരു ടൈമിലാണ് നമുക്ക് ഈ ഒരു ടിൻ ഫ്ലെയിം ജേർണി വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡിവൈൻ മാസ്കുലൈനെ പരിചയപ്പെടേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു ടൈം. അപ്പോൾ നമുക്ക് ആദ്യമേ മുതൽ പറയാം. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ടിൻ ഫ്ലെയിമിൽ ലെറ്റ് ഗോ ചെയ്യാനായിട്ടോ മറക്കാനായിട്ടോ സാധിക്കില്ല. കാരണം നമ്മൾ തന്നെയാണ് അവർ. നിങ്ങൾ സെയിം സോളാണ്, ഒരു സോളിൻ്റെ തന്നെ സെയിം ബ്ലൂ പ്രിൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ട് ബോഡിയിലാണെന്ന് മാത്രമാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ മറക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ എനർജറ്റിക്കലി കണക്റ്റഡ് ആണ്, പരസ്പരം എനർജി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പിന്നെ നിങ്ങൾ ടിൻ ഫ്ലെയിം ജേർണിയുടെ ആദ്യത്തെ ആ ഒരു സ്റ്റേജ് മുതൽ ഇപ്പം നിങ്ങൾ ഏത് സ്റ്റേജിലാണോ എത്തി നിൽക്കുന്നത് ആ ഒരു ടൈം വരെ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും 24/7 അവരും തന്നെയായിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. വേറെ ഒരു കാര്യം നമുക്ക് അത്രത്തോളം പ്രശ്നം ആയിരുന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിലും ബാക്ക് ഓഫ് ദ മൈൻഡിൽ അവരുടെ ഓർമ്മകളും അവരുടെ ചിന്തകളും അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മൈൻഡിലൂടെ എപ്പോഴും പാസ് ചെയ്ത് പോകുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടിൻ ഫ്ലെയിം ജേർണി വേണ്ട എന്ന് വെക്കുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ്റെ ആദ്യത്തെ സ്റ്റേജിലായിരിക്കും. ഒരു ഡിവൈൻ ഫെമിനിൻ ഡിവൈൻ മാസ്കുലൈനെ പരിചയപ്പെടേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു ടൈം, അവനെ മറക്കണം എന്ന് കരുതുന്ന ഒരു ടൈം. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കെമിസ്ട്രിക്ക് ശേഷം വരുന്ന ഒരു സെപ്പറേഷൻ ടൈമിൽ ഡിവൈൻ മാസ്കുലൈൻ നമ്മളിൽ നിന്ന് റൺ ചെയ്തു പോവും. അതവൻ്റെ ഇൻസെക്യൂരിറ്റി കാരണമാണ് അവർ നമ്മളിൽ നിന്ന് റൺ ചെയ്തു പോകുന്നത്. പക്ഷെ നമുക്കിതൊരു ടിൻ ഫ്ലെയിം ജേർണി ആണെന്നൊന്നും അപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവരുടെ പുറകെ ചേസ് ചെയ്തു പോകും. കാരണം ഞാൻ നിന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ട്രൂ ഇൻറ്റൻഷൻ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേസ് ചെയ്യുന്നത്. പക്ഷെ അവർ നമ്മളെ കേൾക്കാനായിട്ടൊന്നും നിന്ന് തരില്ല. ചിലപ്പോൾ അവർ ഒന്നും മിണ്ടാതെ ബ്ലോക്ക് ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ അവർ നമുക്ക് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തരാം. ഇങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ മനസ്സിലാവും ഇതൊരു ടിൻ ഫ്ലെയിം ജേർണി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും അവരുടെ പുറകെ ചേസ് ചെയ്തു പോകും. ഇത് ഒരു ടിൻ ഫ്ലെയിം ജേർണിയാണ്, സോൾ കണക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി. പക്ഷെ അപ്പോഴും ഇത് തന്നെയായിരിക്കും അവർ നമ്മൾ ചേസ് ചെയ്യുന്നത് പോലെ തന്നെ അവർ അത്രത്തോളം റൺ ചെയ്ത് നമ്മളിൽ നിന്ന് അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ചൊക്കെ ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡിവൈൻ ഫെമിനൈന് മടുക്കും. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഡിവൈൻ ഫെമിനൈൻ ചിന്തിക്കുന്നുണ്ടാവുക ടിൻ ഫ്ലെയിം ജേർണിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകണം, ഡിവൈൻ മാസ്കുലൈനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അവനെ പരിചയപ്പെടുന്നതിന് മുമ്പുള്ള എനിക്ക് ആ ഒരു ഞാനായിരുന്നാൽ മതി എന്നോർത്തിട്ട് നമ്മൾ അവരെ മറക്കാനായിട്ട് ശ്രമിക്കും. അവരെ മറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇപ്പോൾ എത്ര പെയിനാണോ അനുഭവിക്കുന്നത് അതിൻ്റെ ഇരട്ടി സോൾ പെയിൻ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. നമുക്ക് ഒട്ടും എനർജി ഉണ്ടാവില്ല, എനർജി ഡ്രെയിനായി പോകുന്നുണ്ടാവും, നമുക്ക് അത്രത്തോളം അസുഖങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ മറക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ നിങ്ങൾ എനർജറ്റിക്കലി കണക്റ്റഡ് ആണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി അവർക്ക് കൊടുക്കാതെ നമ്മളിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ട കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡിവൈൻ ഫെമിനൈൻസ് ക്രിയേറ്റീവ് സൈഡൊക്കെ ഒരുപാട് ഉള്ള ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ പാട്ട് പാടാനൊക്കെ ഒരുപാട് കഴിവുള്ളവരായിരിക്കാം, കഥ എഴുതാൻ, കവിത എഴുതാൻ, ചിത്രരചന, അങ്ങനെ കുറേ കലാപരമായിട്ടുള്ള കഴിവുകളുള്ളവരായിരിക്കാം. അപ്പം ഇങ്ങനെ നമ്മുടെ കഴിവ് എന്താണോ അതിലേക്ക് നമ്മുടെ എനർജി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ അതുകൂടാതെ തന്നെ സ്പിരിച്വലി കുറച്ച് നോളജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക, ഇന്നർ വർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന ടൈമിൽ നമ്മുടെ എനർജി അവർക്ക് പോവില്ല, അവരുടെ എനർജിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടും. ആ പെയിനൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് കുറയുന്ന പോലെ തോന്നും. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അവരെ വെറുക്കുക, അല്ലെങ്കിൽ അവൻ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അവൻ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ എന്ന് കരുതി നമ്മൾ അവരെ വെറുക്കുക, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട. അവരെ വെറുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് സോൾ പെയിൻ വരും. നമ്മൾ അവർക്ക് ബ്ലെസ്സിങ്സ് സെൻഡ് ചെയ്യുക. കാരണം ആദ്യത്തെ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് അവർ നമുക്ക് ചെയ്തു തന്ന ഉപകാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഇന്നർ വർക്കൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ടൈമിൽ മനസ്സിലാവും അവർ നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഇതുപോലെയൊക്കെ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ടൈമിൽ നീ നിന്നിലേക്ക് നോക്കൂ, നിന്നിലേക്ക് ഫോക്കസ് ചെയ്യൂ എന്ന് പറയാനാണ് അവർ ശരിക്കും നമ്മുടെ ലൈഫിലേക്ക് വന്നത്, നമ്മളെ ആ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മൾ ഇന്നർ വർക്ക് നന്നായിട്ട് ചെയ്താൽ മതി. ഇതൊക്കെ ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്ത് കൊടുത്തേക്കുക. നമ്മുടെ പെയിനും കാര്യങ്ങളെല്ലാം ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തേക്കുക. ഡിവൈൻ അതിൻ്റെ ആ ഒരു ടൈം പോലെ അതെല്ലാം ശരിയാക്കി തന്നോളും. നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുക, നിങ്ങളുടെ എനർജി നിങ്ങളിലേക്ക് എടുക്കുക. പിന്നെ ഡിവൈൻ മാസ്കുലൈനോട് എപ്പോഴും താങ്ക്സ് പറയുക, അവൻ അൺകണ്ടീഷണൽ ലവ് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ എനർജറ്റിക്കലി ചെയ്താൽ മതി. അവരെ പോയിട്ട് ചേസ് ചെയ്യാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമതായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടിൻ ഫ്ലെയിം ജേർണിയിലാണ്, അപ്പോൾ ഇത് ഹസ്ബൻഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ടിൻ ഫ്ലെയിം ജേർണിയിലാണ് എങ്കിൽ നിങ്ങളത് ഹസ്ബൻഡിനോടോ വൈഫിനോടോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ല. നമുക്ക് ആദ്യം ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് പോലെ ഡിവൈൻ നമ്മളിലേക്ക് തരുന്നത്, നമ്മൾ ഇതിനകത്ത് ഈ ഒരു ജേർണി നമ്മൾ ക്വിറ്റ് ചെയ്ത് പോകരുത്. നമ്മൾ ഈ ഒരു പെയിനിൽ കിടന്ന് വേണം നമുക്ക് അവേക്കനിങ്ങിലേക്ക് വരാനായിട്ട്. ആ ഒരു ബ്രേക്കപ്പിൻ്റെ ആ ഒരു പെയിനിലൂടെ വേണം നമുക്ക് സ്പിരിച്വൽ അവേക്കനിങ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യുക, നമ്മൾ ഇന്നർ വർക്കൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഹസ്ബൻഡിനെയും വൈഫിനെയും ഒന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കർമ്മമാണ് ചെയ്യുന്നത് അല്ലേ, നമ്മൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ള ഒരു കർമ്മം അതായിരിക്കും നമുക്ക് വന്നിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുക. നമ്മുടെ കൂടെ നിൽക്കേണ്ട ഒരു പാർട്ട്ണറാണ് ഇപ്പോൾ കൂടെ ഉള്ളതെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അവർ. ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരു കോൺട്രാക്റ്റ് തീർന്നവരാണെങ്കിൽ അവർ നമ്മളിൽ നിന്ന് തനിയെ ഇറങ്ങിപ്പോവും. നമ്മളായിട്ട് അവരെ ഉപേക്ഷിക്കാനോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ടിൻ ഫ്ലെയിമിനെ നമുക്ക് ഫ്രണ്ടായിട്ട് കാണാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരിക്കലും നമ്മുടെ ടിൻ ഫ്ലെയിമിനെ ഫ്രണ്ടായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. കാരണം അവർ നമ്മുടെ സോളിൻ്റെ പാർട്ട്ണറാണ്. അതായത് സ്പിരിച്വൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ സ്പിരിച്വൽ വൈഫാണ്. അപ്പം നമുക്കൊരു ഹസ്ബൻഡിനോടോ വൈഫിനോടോ തോന്നുന്ന ആ ഒരു ഇഷ്ടം, സ്നേഹം, ആ ഒരു പ്രണയം, അതൊക്കെ എങ്ങനെയാണോ അത് തന്നെയാണ് നമുക്ക്, ആ ഒരു ഫീലിങ്സ് തന്നെയാണ് നമുക്ക് നമ്മുടെ ടിൻ ഫ്ലെയിമിനോടും തോന്നുന്നുണ്ടാവുക. പിന്നെ ഒരിക്കലും നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ഇതിനകത്ത് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മൾ ആ ഒരു ഇന്നർ വർക്കൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി ഒരു ഇന്നർ വർക്കിൻ്റെ ഒരു പകുതി ഭാഗമൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു എൻ്റെ ഒരു സോൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു കണക്ഷനായിരുന്നു, എൻ്റെ ആത്മോപാധി എന്നെ അതിന് വേണ്ടിയിട്ട് സഹായിക്കായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് അവർക്കൊരു അൺകണ്ടീഷണൽ ലവ് ഒക്കെ സെൻഡ് ചെയ്യുക. എന്നിട്ട് നമ്മളിലേക്ക് ഫോക്കസ് കൊടുക്കുക. നമ്മുടെ സോളിന് വേണ്ടിയിട്ട്, നമ്മുടെ ആ ഒരു സോൾ പർപ്പസ് എന്താണോ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.